ഗൾഫ് രാജ്യങ്ങളിലാണ് ഈ ഇറാൻ ആക്രമിച്ചത്. അവിടെയാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ളത്. പ്രത്യേകിച്ച് ബഹറിലാണ് 5ാം കപ്പൽപ്പടയുള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത്. ഏറെ വൈകിയാണ് ഒമാനെ ആക്രമിച്ചത്. അതെന്തുകൊണ്ടാണ്? രണ്ടാമത്തത്, ഇറാനിലെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത് ആയത്തുള്ള അൽ ഖമനേയി മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് പേർ നെഞ്ചത്തടിച്ച് കരയുന്നു, ബഹളം വയ്ക്കുന്നു, വിളിക്കുന്നു, കണ്ണീര് നല്ല റോഡിൽ കിടക്കുന്നു, അങ്ങനെയുള്ള പല വീഡിയോകളും ഇപ്പോൾ പുറത്തു. പക്ഷേ അതിനൊക്കെ അപ്പുറം മറ്റു വീഡിയോ പുറത്തു വരുന്നത് കുറേ സ്ത്രീകൾ പാട്ടും ഡാൻസും നൃത്തവും ഒക്കെയായി തെരുവോരങ്ങൾ ഇങ്ങനെ ആഘോഷമാക്കുകയാണ് ഖമനേയിയുടെ മരണത്തെ. ഈ രണ്ടും അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അല്ല, ഈ ഇറാഖ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അമേരിക്ക ആക്രമിച്ചത് എന്തിന് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അവരുടെ കയ്യിൽ രാസായുധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറാഖ് നേരെ ആക്രമണം നടന്നത്. ലെബനിൽ ആക്രമണം നടത്തിയ എന്തിന്? അപ്പോൾ അവിടുത്തെയൊക്കെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക. ഇത് തന്നെയുള്ള സിമ്പിൾ ലോജിക്കൽ ഇറാനെ കുറിച്ച് പറഞ്ഞാലും ഇറാനിൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടം വരണം. നിലവിൽ അവിടെയുള്ള ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ്, അതായത് മതാചാരപ്രകാരമുള്ള കാര്യങ്ങളെ മുറുക്കെ പിടിച്ചുകൊണ്ട് മതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ജനാധിപത്യ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്ന ഒരു രാജ്യം. ആ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല, ലോകത്തെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള 3ാമത്തെ രാജ്യമെന്നാണ് ഇറാനെ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് പ്രകൃതിവാദങ്ങളുടെ ശേഖരവുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അമേരിക്കയ്ക്ക് എണ്ണയിൽ കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ, വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ച് മഡൂറോ എന്ന് പറയുന്ന ഭരണാധികാരിയെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി കൃത്യം 57ാമത്തെ ദിവസം ഇറാനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരേ സമയം പ്രശ്നപരിഹാരത്തിനായിട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ ചില ചർച്ചകൾ നടത്തുന്നു. ഒമാൻ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യം മധ്യസ്ഥ വഹിക്കുന്നു. 2ഉം 3ഉം ഘട്ടം ചർച്ചകൾ നടത്തി അത് ഒരു ഫലപ്രാപ്തിയിലെത്തിയില്ലെങ്കിലും ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് അമേരിക്ക കയറി ഇറാനെ ആക്രമിക്കുകയാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ഒറ്റ ദിവസത്തെ പ്ലാനിങ്ങിലൊന്നും അല്ല. കഴിഞ്ഞ ഒരു മാസമായി CIA നിരീക്ഷണത്തിലാണ് ഖമനേയും അതുപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള ഭരണകർത്താക്കളും. അവർ എല്ലാ ശനിയാഴ്ചയും ഒത്തുകൂടുന്നതായിട്ട് യോഗം ചേരുന്നതായിട്ട് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ആ മനസ്സിലാക്കുന്ന കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്ക തീരുമാനിക്കുന്നു. അമേരിക്കയ്ക്ക് നേരിട്ട് ആക്രമണം നടത്താൻ പറ്റുന്നില്ല. അവരെല്ലായ്പ്പോഴും ഇസ്രായേലിനെ മുന്നിൽ നിർത്തിയ ആക്രമിക്കുന്നത്. അങ്ങനെയാണ് 2ാമത്തെ വിമാനവാഹിനി കപ്പൽ വന്നതിന് ശേഷം അമേരിക്ക ഏത് നിമിഷവും ആക്രമണം തുടരുമെന്ന് പറയുന്നത്. അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ പ്രത്യാക്രമണം നടത്തും. പ്രത്യാക്രമണം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാനായിരിക്കും. അപ്പോൾ യഹൂദന്മാരെ ഇല്ലാതാക്കാൻ ഒരു നീക്കം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ 2ാമത്തെ വിമാനവാഹിനി കപ്പൽ കൊണ്ട് ഈ ഇസ്രായേലിന്റെ സമീപത്താണ് അവർ നങ്കൂരമിട്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം അമേരിക്ക തീർത്തു കഴിഞ്ഞു. അതായത് ഇറാനെ ഞങ്ങൾ ആക്രമിക്കും, ഇറാൻ പ്രത്യാക്രമണമായിട്ട് വരും, അതിനെ ഞങ്ങൾ വ്യോമ പ്രതിരോധത്തിലൂടെ കീഴടക്കും. ഇതാണ് ലക്ഷ്യം. അത് ശരിയായിരുന്നു. ഇറാൻ ആക്രമണം നടത്തി. പക്ഷേ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലുകളുള്ള ആ സ്ഥലത്തെ വ്യോമ മേഖല മുഴുവൻ അമേരിക്കൻ നിയന്ത്രണത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് പകരമായിട്ടാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ആ മിഡിൽ ഈസ്റ്റ് രാജ്യം ഇപ്പോൾ പറയാം, ഒമാന് ഒഴിച്ചു നിർത്തിയാൽ കുവൈറ്റ്, ബഹ്റിൻ, അതുപോലെ തന്നെ ദുബായ്, സൗദി, ഒട്ടുമിക്ക നഗരങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി. പക്ഷേ ഈ പറയുന്ന ഒമാനെ ഒഴിച്ചു നിർത്തി. കാരണം അവിടെ മധ്യസ്ഥ രാഷ്ട്രം എന്ന നിലയിൽ നിൽക്കുന്നത്. ഈ മധ്യസ്ഥ രാഷ്ട്രത്തെ ഒഴിച്ചു നിർത്തിയെങ്കിലും തൊട്ട് പിറ്റേ ദിവസം അവരെയും ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇറാൻ ഇനി മുന്നിലും പിന്നിലും നോക്കാനൊന്നുമില്ല. അവരുടെ ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി അവിടുത്തെ മത ഭീകരതയെ ആഗ്രഹിക്കുന്ന അല്ലെ അതിനെ പിന്തുണയ്ക്കുന്ന വലിയ ആളുകൾ വലിയ ദുഃഖാചരണം രേഖപ്പെടുത്തുന്നത്. 10,000-കണക്കിന് ആളുകളാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. ഇവരുടെ ദുഃഖാചരണം അത് ആ രാജ്യത്ത് മാത്രമല്ല, തുർക്കിയിലേക്ക് പോകുന്നു, പാകിസ്ഥാനിലേക്ക് പോകുന്നു, എന്ത് ഇന്ത്യയിലെ കശ്മീരിലെ ഷിയ വിഭാഗങ്ങൾക്കിടയിൽ പോലും അത്തരത്തിലുള്ള ദുഃഖാചരണം ഉണ്ടാകുന്നുണ്ട്. മറുവശം നോക്കണം. മറുവശത്ത് ഈ ബുർക്കയും അതുപോലെ തന്നെ ഈ മൂടുപടവും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ. ഇത് തന്നെ നമ്മൾ കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ മത തീവ്രത നിലനിർത്തുന്ന ഒരു ക്യാമ്പസിൽ ഒരു പെൺകുട്ടി തൻ്റെ മേൽവസ്ത്രമെല്ലാം ഉരിഞ്ഞുകൊണ്ട് അവർ തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തി, നഗ്നത രേഖപ്പെടുത്തുന്നതൊക്കെ ശ്രമിച്ചു. ഉടനെ ഭരണകൂടത്തിലെ അധികൃതർ അല്ലെങ്കിൽ സൈനികർ വന്നത് ഇവരെ പൊക്കിക്കൊണ്ട് പോവുക ചെയ്തത്. പിന്നീട് ഇവരുടെ മൃതദേഹമാണ് കണ്ടുകിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മത നിയന്ത്രണങ്ങൾ ഇനി പാടില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ തീരുമാനിക്കുന്നു. ഇവരെ പിന്തുണയ്ക്കാൻ അമേരിക്കയും ഇസ്രായേലും രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇറാൻ അറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ? സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇവരുടെ കയ്യിലുണ്ട്. 60% സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിച്ച് ഒരു 10 ആണവായുധങ്ങളൊക്കെ നിർമ്മിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ആണവായുധം എടുത്ത് ഇറാൻ പ്രയോഗിക്കുന്ന ഒരു കാലം പോലും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റില്ല. അവർ അന്തിമഘട്ടത്തിൽ എന്തും ചെയ്യും. മാത്രമല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു ആണവ ശക്തിയാണെന്ന് പറയുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം ഇവർക്ക് കിട്ടുമോ, തുർക്കിക്ക് കിട്ടുമോ, വിവിധ തരത്തിലാണ് ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നേർത്ത ഒരു
ഒരു പാളത്തിലൂടെ കടന്നു പോകുന്നതിന് പകരം വലിയൊരു ആക്രമണത്തിലേക്ക് തന്നെ തിരിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അമേരിക്കയുടെ ലക്ഷ്യം ഇറാനിലെ എണ്ണപ്പാടങ്ങളാണെങ്കിൽ അവർ അതിനുവേണ്ടി എന്ത് ചെയ്യും. 1979 ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഖമനേയിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടം വരുന്നത്. 10 വർഷത്തിന് ശേഷമാണ് ഇപ്പോഴത്തെ ഖമനേയി അധികാരത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഖമനേയിയെ പൂർണ്ണമായിട്ടും മാറ്റിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഷായുടെ പഴയ രാജവംശത്തിൽപ്പെട്ട ഒരാളെ ഭരണാധികാരിയാക്കാനുള്ള എല്ലാ നീക്കവും നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സുന്നി രാജ്യങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇതെല്ലാം സുന്നി രാജ്യങ്ങളാണ്. ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പുറത്തേക്ക് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ലഭിക്കുമെന്ന് ഇറാൻ പ്രതീക്ഷിച്ചെങ്കിലും പരസ്യമായി ഇതുവരെ അത്തരം ഒരു പിന്തുണ ലഭിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അമേരിക്കയും ഇസ്രയേലും കൂട്ടമായ ആക്രമണം തുടരാനുള്ള സാധ്യത മുന്നിലുണ്ട്. അവസാന ഘട്ടം എന്ന നിലയിൽ ഇറാൻ തങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെല്ലാം എടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 95 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു ഇസ്രയേലിനെ മുന്നിൽ നിർത്തി അമേരിക്ക കളിക്കുന്നു. 9 കോടിയോളം ജനങ്ങളുള്ള ഇറാൻ ഈ ഇസ്രായേലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ശക്തി തന്നെയാണ്, വലിയ രാജ്യമാണ്, അതുപോലെ സൈനിക ശക്തിയാണ്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കില്ല, നീണ്ടു പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങുന്നത്. തീർച്ചയായിട്ടും സിനിജി പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ഇപ്പൊ ഇറാനിലെ ഒരു വിഭാഗം ആളുകൾ, ശരിയാണ്, ആയത്തുള്ള അൽ ഖമനേയി മതത്തെ മുറുകെ പിടിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ്. മതം പറയുന്നത് മാത്രം രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയത്. അതിൽ അതൃപ്തിയുള്ള കുറെ പേരുണ്ട്. അവരാണ് ഇപ്പോ സ്വാഭാവികമാണത്. അവർ ആ പാട്ടും ആഘോഷവുമായി, കാരണം ഒരുപാട് പേരെ ഇത്തരത്തിൽ പിന്നെ സ്ത്രീകളെ ഒക്കെ സ്വാതന്ത്ര്യം കൊടുക്കാതെ, ഇതിനു മുൻപ് ഷാ ഭരണകൂടത്തിലുള്ള ഒരു ഇറാനും ഇപ്പോഴത്തെ ഇറാനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്ത് സ്ത്രീകൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഖമനേയി വന്നതിന് ശേഷം എത്രമാത്രമാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്, എന്താണ് ഇറാനിൽ നടക്കുന്നത് എന്നൊക്കെയുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. പക്ഷേ ഈ പറയുമ്പോൾ അമേരിക്ക ഇസ്രായേലിനെ മുൻനിർത്തി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇസ്രായേലിലേക്ക് ഈ 60% സമ്പുഷ്ടീകരണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു അണുവായുധം ഇട്ടെന്നാൽ എല്ലാം അങ്ങ് തകർത്തേക്കാം. ഇറാൻ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അവരിപ്പോ അവരുടെ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു, ആത്മീയ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു, സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. മാത്രമല്ല ഈ ഖമനേയി കുടുംബത്തിലെ പലരും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോ മാസങ്ങൾ നീണ്ട നിരീക്ഷണം, പിന്നെ എന്താ പറയുക, മിലിറ്ററി ഇന്റലിജൻസിന്റെ പിന്നെ കൂടുതൽ നിരീക്ഷണങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ CIA ഒക്കെ ഒരു സംയുക്തമായ ഓപ്പറേഷനാണ് ഇപ്പോൾ ഖമനേയി മാത്രമല്ല അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മുൻനിരയിൽ യുദ്ധം നടത്താനിരുന്ന ഒരു മാതിരിപ്പെട്ട എല്ലാ നേതാക്കളും കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പൊ ഇറാൻ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഖമനേയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയ 10,000 ഇവരെല്ലാരും കൂടി ഇറങ്ങി തിരിച്ചാലും ഒരുപക്ഷം യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഒരുപാട് മനുഷ്യജീവനുകൾ ഇല്ലാതാകും. അങ്ങനെ പല തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇനി ഈ യുദ്ധം എങ്ങോട്ടേക്കാണ്? ഇപ്പോൾ ഗൾഫ് മേഖല മുഴുവൻ ആശങ്കയിലാണ്. പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള അമേരിക്കൻ എംബസിയെ അടിച്ചു തകർത്ത് 8 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. തുർക്കിയിലും സമാനം. കാരണം തുർക്കി, നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ എങ്ങനെയാണ് തുർക്കി സംരക്ഷിച്ചതെന്നുള്ളത്, അതുപോലെ തുർക്കി ഇറാനെയും സംരക്ഷിച്ചാൽ അല്ലെ, അത്തരത്തിലൊരു നീക്കം തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ലോകത്തിനുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സമയത്ത് ഒമാനെ, മധ്യസ്ഥ വഹിച്ച ഒമാനെ മാറ്റി നിർത്താത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഒമാനെയും ഇറാൻ ലക്ഷ്യം വെച്ച് തുടങ്ങി. ഒമാനിലും പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു, ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ആശങ്ക ഗൾഫ് മേഖലയെ മുഴുവൻ ആശങ്കയിൽ മുൾമുനയിൽ നിർത്തുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അല്ല, എന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രാജ്യത്തിന് പിന്നെ ഒന്നും മുന്നിൽ നോക്കാനില്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തങ്ങളെ ആക്രമിച്ചു, ലോകത്തിന് മുമ്പിൽ തങ്ങൾ തകർന്നു, തങ്ങളുടെ പരമോന്നത നേതാവിനെ കൊന്നു. 86 വയസ്സുണ്ട്. 86 വയസ്സുള്ള പരമോന്നത നേതാവ്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, ആ ഭരണകർത്താക്കൾ എല്ലാം കൊല്ലപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്തിന് ഈ മുന്നിൽ പിന്നിൽ ഒന്നും നോക്കാനില്ല. അതുകൊണ്ടാണ് ഈ ഒമാനെ കൂടെ മുന്നിൽ വെച്ച്, കാരണം ഒമാനുമായിട്ടാണല്ലോ മധ്യസ്ഥ ചർച്ച നടത്തിയത്. അപ്പോൾ ഒരുപക്ഷെ ഒമാനുമായിട്ടുള്ള ആ മധ്യസ്ഥ ചർച്ചയിൽ ഈ സംഭവം തീരുമാനമാകാതെ പിരിഞ്ഞപ്പോൾ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാവും, ഒമാൻ ഇനി നിങ്ങൾ ഇതിനൊന്നും വരണ്ട, ഞങ്ങൾ കയറി അടിക്കാൻ തീരുമാനിച്ചു. എന്തിന്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇസ്രായേൽ സന്ദർശനം നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ആക്രമണം നടത്തിയത്. ഇനി നാളെ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടെ അറിഞ്ഞിട്ടാണ് ഈ ആക്രമണം നടത്തിയത്. പക്ഷെ ഞാൻ ആലോചിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ അവസ്ഥയാണ്. പലസ്തീന്റെ ബാഗുമായി വന്നു, ഇനിയിപ്പോ ഏതൊക്കെ രാജ്യങ്ങളുടെ ബാഗുമായി ഒക്കെ അവർക്ക് കൂടെ തൂക്കി വരണമെന്ന് ആലോചിക്കുമ്പോഴാണ്, ആ ഒരു ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. എന്തായാലും എല്ലായിടവും ശാന്തി സമാധാനം ഉണ്ടാകട്ടെ, അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.